നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ നാളെ കളിക്കാൻ ഇറങ്ങുന്നു. വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ആദ്യ മത്സരം മൊറോക്കോക്കെതിരെ നാളെയാണ് കളി. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെ 3:30 ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ കളി നടക്കുന്നത്. ബ്രസീലിയൻ ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് ഈ മത്സരത്തിലും ഉണ്ടാകും ആലിസൺ ബെക്കർ. 2018 വേൾഡ് കപ്പിലും 2022 വേൾഡ് കപ്പിലും ബ്രസീൽ പുറത്താകുമ്പോൾ ഗോൾ കീപ്പറായിട്ട് നിന്നിരുന്നത് ക്വാർട്ടർ ഫൈനലിലും ഇതേ ആലിസൺ ബെക്കറാണ്. പല വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു. വേൾഡ് കപ്പിന് എത്രത്തോളം ഈ ടീം ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിനെക്കുറിച്ചും ഇപ്പോൾ ആലിസൺ ബെക്കർ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഇപ്പം ക്രൊയേഷ്യക്കെതിരെ ബെൽജിയത്തിനെതിരെയുള്ള കളികൾ അത് ഒരു തരത്തിലും എൻ്റെ കോൺഫിഡൻസ് ഇല്ലാതെയാക്കിയിട്ടില്ല. സ്വാഭാവികമാണ്, ടീം തോൽക്കുമ്പോൾ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ വരും. പിന്നെ അത് ഗോൾ കീപ്പർക്ക് നേരെയുള്ള വിമർശനങ്ങളും വരും. പക്ഷെ ഫുട്ബോൾ ഒരിക്കലും നമ്മുടെ പരാജയത്തിൽ തന്നെ അങ്ങനെ നിന്നു പോകാൻ അനുവദിക്കുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും ഒരു പരാജയം വരുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, മിസ്റ്റേക്കുകൾ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു വേൾഡ് കപ്പ് തോൽക്കുമ്പോൾ അതൊരു പ്ലെയറുടെ മാത്രം ഫോൾട്ട് അല്ല എന്ന് മനസ്സിലാക്കുക. ദി ഹോൾ ടീം ഈസ് റെസ്പോൺസിബിൾ. വി ഹാവ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഹിയർ. തീർച്ചയായിട്ടും ഒരു മത്സരത്തിൽ ടീം പരാജയപ്പെടുമ്പോൾ ഗോൾ കൺസീഡ് ചെയ്യുമ്പോൾ ആദ്യം ഡിസാറ്റിസ്ഫൈഡ് ആകുന്ന ആൾ ഞാനാണ്, ഗോൾ കീപ്പറാണ്, ഞാനാണ്. അപ്പോൾ ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം ഗോൾ കൺസീഡ് ചെയ്യാതെ കളിക്കളം വിടാൻ തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു വിന്നിങ് ടീം ഗോൾ കൺസീഡ് ചെയ്യുന്നത് എപ്പോഴും വെറുക്കുന്ന ഒന്നാണ്. ഓപ്പണൻസ് അവർക്ക് ഗോൾ അടിക്കണമെങ്കിൽ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ആ രൂപത്തിലേക്ക് നമ്മുടെ ഡിഫൻസിനെയും ഗോൾ കീപ്പിങ്ങിനെയും ഒക്കെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഏതായാലും ആ ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഫ്രണ്ട്ലി മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് നേച്ചറുള്ള ഒരു കളികൾ, പ്രിപ്പറേഷൻ മാച്ചസ് മാത്രമാണല്ലോ. അത് മാനേജേഴ്സ് ആ രൂപത്തിൽ മാത്രമേ അത്തരം കളികൾ എടുക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ കൺസിഡർ ചെയ്ത 3 ഗോളുകൾ, അതിൽ 2 ഫ്രണ്ട്ലി മത്സരങ്ങളിൽ കൺസിഡർ ചെയ്ത 3 ഗോളുകളിൽ 2 കംപ്ലീറ്റ്ലി അവോയ്ഡബിൾ ആയിരുന്നു. അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. അത് ഏത് രൂപത്തിൽ നമ്മൾ മാറ്റിയെടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് സൈഡ്സാണ് നമ്മൾ എടുക്കുന്നത്. ഫ്രണ്ട്ലി മത്സരങ്ങളിലെ പോസിറ്റീവ് സൈഡ്സ് എടുക്കുന്നു. നമുക്ക് മിസ്റ്റേക്കുകൾ വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൂടി ഈ ഫ്രണ്ട്ലി മത്സരങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ബോൾ ഡിഫ്ലക്റ്റ് ചെയ്ത് വലയിലേക്ക് കയറാം, ചിലപ്പം കയറാതിരിക്കാം. അതൊക്കെ സ്വാഭാവികമായിട്ടും കളിയിൽ സംഭവിക്കുന്നതാണ്. സോ വേൾഡ് കപ്പിൽ കാര്യങ്ങൾ നല്ല രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി ആലിസൺ ബെക്കർ പറയുന്നു. 2018 2022 ആലിസൺ ബെക്കർ എത്ര മികച്ച ഗോൾ കീപ്പറാണെന്ന് പറഞ്ഞാലും ആ കളികളിൽ അദ്ദേഹത്തിന് ബ്രസീലിനെ വിജയിപ്പിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് അതിന് സാധിക്കുമായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആരാധകർക്കുള്ളത്. വീണ്ടും ഒരിക്കൽ കൂടി ആലിസൺ ഗോൾ കീപ്പറാകുമ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അതിന് മറികടന്നുകൊണ്ടൊരു മികച്ച പ്രകടനം ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.